പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്റെ കയ്യും കാലും തല്ലിയൊടിച്ചത് കൺമണിയാണ് എന്നുള്ള കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. മാത്രവുമല്ല, ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ക്രിഷ് അന്ന് വീട്ടിലില്ലാതെ ഇരുന്ന സമയത്താണ് ഇത് നടന്നത് എന്നും ഞാനൊരു കള്ളനാണ് എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ട് ക്രിഷ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരാളുടെ കൈയും കാലും തല്ലിയൊടിക്കാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാനത് വരുണാണ് എന്ന് അറിഞ്ഞിട്ടല്ല ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കൺമണി. എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം എന്ന് കൺമണി തിരികെ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷിന് മനസ്സിൽ സന്തോഷമുണ്ടായിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇനി അവന്റെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് കൃഷ് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേസമയം കൺമണിയുടെ മനസ്സിൽ തനിക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് കൃഷ് ആലോചിക്കുകയും ചെയ്യുന്നു. കൃഷിന്റെ മനസ്സിലും കൺമണിക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൂട്ടുകാരൻ ഉടൻ തന്നെ ഈ കാര്യം കൺമണിയുടെ മുന്നിൽ കൺഫസ് ചെയ്യണം എന്ന് അറിയിച്ചിരിക്കുകയാണ്. വെറുതെ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് യാതൊരു ഉപകാരവുമില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വേണ്ടത്. ഈ കാര്യം ഇതേ തുടർന്ന് കൃഷ് തുറന്നു പറയാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ് കൺമണിയുടെ. ഇതേസമയം ബലരാമനാകട്ടെ പുതിയ നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം. അവനെ തിരിച്ചടിക്കണം, എന്നാൽ മാത്രമാണ് എനിക്ക് സന്തോഷമാവുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ബലരാമൻ. പക്ഷേ ഇതിനിടയിലാണ് ബലരാമന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് കൺമണിയെ പ്രപ്പോസ് ചെയ്ത് മുന്നിലേക്ക് ഇപ്പോൾ കൃഷ് കടന്നു വരുന്നത്. ഇതോടെ അപ്രതീക്ഷിതമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൺമണിയുടെ ജീവിതത്തിൽ. ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാകുന്ന മനോജും ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നാൽ ഇതിനിടയിലാണ് ബലരാമനെ കണ്ടുമുട്ടുന്നത് വരുൺ. ഇതോടെ കൃഷിന് നേരെയുള്ള ആക്രമണത്തിന് ശക്തി കൂടുകയുമായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.